അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ 5 വിജയിയായി മാറിയതിന് ശേഷം എല്ലാ തരത്തിലും ഒരു സെലിബ്രിറ്റിയായി മാറിയ അഖിൽ മാരാർ പല അഭിപ്രായങ്ങളും അഖിൽ മാരാറുടെ ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ തന്നെ താൻ കേരളത്തിലുള്ളവരെ മുഴുവൻ അറിയിച്ചിരുന്നു. പലരും പല കാര്യത്തിനും കൈയടിച്ചിരുന്നു. എന്നാൽ 8ന്റെ പണി കിട്ടിയത് ഇപ്പോഴാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി പൊക്കോണ്ടിരുന്നപ്പോൾ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കുത്തിക്കഴപ്പാണെന്നാണ് തോന്നുന്നതല്ല. അതാണ് ഏറ്റവും വലിയ ശരിയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറ്റത്തരങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് ആരും തയ്യാറാവത്തില്ല. അതാണ് ഇപ്പോൾ അഖിൽ മാരാറിന് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ അഖിൽ മാരാറിന്റെ അനക്കം പോയിട്ട് അഖിൽ മാരാർ എവിടെ എന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലോട്ട് അഖിൽ മാരാർ ഇപ്പോൾ ഒളിവിലായി മാറിയിരിക്കുകയാണ് എന്നാണ് വ്യക്തമാവുന്നത്. മറ്റേ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം FB പോസ്റ്റുമായിട്ടും ലൈവുമായിട്ടും വരുന്ന അഖിൽ മാരാർ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എവിടെയും തന്നെ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പുള്ളി ഇപ്പോൾ ഒളിവിലാണ്. ആ ഒരു തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇനി ജാമ്യം കിട്ടിയാൽ മാത്രമേ തന്റെ തല വെളിയിൽ കാണിക്കത്തുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അഥവാ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അഴിക്കുള്ളിലേക്ക് പോകുമെന്നുള്ളതും വാസ്തവം തന്നെയാണ്. സപ്പോസ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല, സുപ്രീം കോടതിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് മാറിയാൽ പോലും അഖിൽ മാരാർക്ക് ധനനഷ്ടം വലിയ തോതിൽ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും അഖിൽ മാരാർ ഇപ്പോൾ ചെയ്ത ഈ പണിക്ക് 16ന്റെ പണിയാണ് അഖിൽ മാരാർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം രാജ്യദ്രോഹം കുറ്റം തന്നെയാണ് അഖിൽ മാരാർ ചെയ്തതെന്ന് പറയുന്നത്. കാരണം രാജ്യത്തിനെതിരെ പറയുകയും അതോടൊപ്പം തന്നെ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ വായി തോന്നിയ പൊട്ടത്തരങ്ങളും വെടിവത്തരങ്ങളും ഒക്കെ വിളിച്ചു പറയുന്ന അഖിൽ മാരാർക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അഖിൽ മാരാറിന്റെ ഈ ഒരു പ്രവൃത്തിയോടുകൂടി അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്തവർ ഒന്നടങ്കം അഖിൽ മാരാർക്ക് നേരെ എതിരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം മാരാര് പോലും ചിന്തിച്ച് കാണത്തില്ല ഇത്രയധികം എതിർപ്പുകൾ തനിക്കെതിരെ വലിയ തോതിൽ പല ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത്. ഒരു സീറ്റിന് വേണ്ടി ഒപ്പിച്ച പെടാപ്പാട് ഇപ്പോൾ സീറ്റ് പോലും ആരും തന്നെ കൊടുക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ഒരു പാർട്ടിയും ഇപ്പോൾ അഖിൽ മാരാരെ അടുപ്പിക്കാത്ത തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിന് തൊട്ട് മുന്നേ വരെയും അഖിൽ മാരാരെ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേർ ആ ഒരു തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം പുള്ളി പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന തരത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും കൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ കോൺഗ്രസിനിട്ടായാലും അതോടൊപ്പം തന്നെ BJPക്ക് ഇട്ടായാലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനിട്ടായാലും. പക്ഷെ ആ ഒരു നിലപാടിൽ നിന്ന് മാറിയിട്ട് തന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് താൻ ചെയ്ത ഈ ഒരു ചെറ്റത്തരം അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഇപ്പോൾ അഖിൽ മാരാർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ജനങ്ങൾ വിഡ്ഢികളല്ല. ഇപ്പോൾ നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണ് മാരാർക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ എന്തെങ്കിലും വിളിച്ച് പറയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് തൊട്ട് Z വരെ അത് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ അത് കുറച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. ഇത് എടുത്തുചാട്ടമായിരുന്നു അഖിലെന്ന് കാണിച്ചത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച ഉടനെ തന്നെ FBയിൽ പോസ്റ്റുകൾ ചറപ്പറായി ഇടുകയായിരുന്നു അഖിൽ മാരാർ. അതിനർത്ഥം എന്താണെന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വളരെ കൃത്യമായിട്ട് പറയാം, അധികമായാൽ അമൃതും വിഷം ആണ് എന്ന് പറയുന്ന മാതിരിയാണ് അഖിലിന്റെ കാര്യം എന്ന് പറയുന്നത്. താൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ സ്വയം അങ്ങ് വിചാരിച്ചു വച്ചിരുന്ന അഖിലിന് ഒരു നിമിഷത്തിൽ താൻ തന്നെ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു, ആ വാരിക്കുഴിയിൽ വീണു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ താങ്ങാനായിട്ട് ഒരു പാർട്ടിക്കാരും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരും തനിക്ക് അനുകൂലമായിട്ട് പറയാത്തൊരവസ്ഥയിലേക്ക് അഖിൽ മാരാർ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആശിച്ച സീറ്റും പോയി കയ്യിലുണ്ടായിരുന്ന പണവും കുറെ പോകുന്ന ഒരവസ്ഥയിലുമായി അവസാനം അഴിക്കുള്ളിലേക്ക് തന്നെ ആവുന്ന ഒരു അവസ്ഥയിലോട്ടുമാണ് അഖിൽ മാരാറുടെ ഈ പോക്കെന്ന് പറയുന്നത്. മാരാർക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു ശരിക്കും പറഞ്ഞ. ഇഷ്ടപ്പെടുന്നവരെയും കൂടി 100% വെറുപ്പിച്ച് സ്വയം ഒരു കോമാളിയായി മാറിയ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ അഖിൽ മാരാർ മാറിയിരിക്കുകയാണ്. ഇനി ആരെങ്കിലും അഖിൽ മാരാറിന്റെ വാക്കുകൾ കേൾക്കുമോ? അല്ലെങ്കിൽ ഇനി ആരെങ്കിലും അഖിൽ മാരാർ പറയുന്ന വാക്കിന് അല്ലെങ്കിൽ അഖിൽ മാരാർ എഴുതി ചേർക്കുന്ന അഖിൽ മാരാർ വിമർശിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുമോ? ആകെ നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അഖിൽ മാരാർ. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് FB പോസ്റ്റുമില്ല, ലൈവുമില്ല, ഒന്നുമില്ല. എവിടെയാണ് അഖിൽ മാരാർ? ഇത് ശരിക്കും പറഞ്ഞാൽ പരമ കഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും.